ജപ്പാൻ വേൾഡ് കപ്പിൽ അവരുടെ ഫസ്റ്റ് യെല്ലോ കാർഡ് വാങ്ങിച്ച് അതായിരുന്നു ഹൈലൈറ്റ്. ജപ്പാൻ സ്വീഡൻ മാച്ച് 1-1 തീർന്നു ആൻഡ് നെതർലാൻഡ്സ് ടുണീഷ്യനെ 3-1 പൊട്ടിച്ചു. വിത്ത് ദാറ്റ് ഗ്രൂപ്പ് എഫ് നെതർലാൻഡ്സ് ടോപ്പ് ചെയ്തു, ജപ്പാൻ സെക്കൻഡ്, 4 പോയിന്റ്സ് ആയിട്ട് സ്വീഡൻ തേർഡ്, അതായത് റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു ആൻഡ് ടുണീഷ്യ ഗുഡ് ബൈ. ജപ്പാൻ സ്വീഡനാണ് ഞാൻ കണ്ടത്. നല്ല കളിയായിരുന്നു. നല്ല കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ചൊരു ഇതുണ്ടായി, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഓണായി ആൻഡ് രണ്ട് ടീമിനും പിടിക്കണം എന്നുണ്ടായി. കാരണം ജപ്പാന് ഗ്രൂപ്പ് ടോപ്പ് ചെയ്യണം എന്നുണ്ട്, സ്വീഡൻ ആണെങ്കിൽ റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കണം എന്നുണ്ട്. കളിച്ചു ആൻഡ് 2 ഗോള് 1-1, 2 ഗോളും കിട്ടില്ല. ജപ്പാൻ്റെ ഗോള് നമ്മൾ എന്താ പറയുക, ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ അടിക്കുന്ന പോലെ മാനക്കിൻസ് വെച്ചിട്ട് പാസ് ആൻഡ് ഗോ, സീൻ ഗോള്, ബ്യൂട്ടി ഗോള്. അതേപോലെ തന്നെ തിരിച്ച് ആന്റണി എലാങ്ക ഒരു കേളറ്, നല്ലൊരു കേളറ്. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും ലൈക്ക് ഗ്രൂപ്പ് സ്റ്റേജസിലെ ബെസ്റ്റ് ഗോൾസ് നോക്കുമ്പോൾ മിക്കവാറും ഈ 2 ഗോളും കയറി വരും. കണ്ടിട്ടില്ലെങ്കിൽ ഹൈലൈറ്റ്സ് കാണുക, ആ 2 ഗോള് കാണുക. ആൻഡ് രസമായിരുന്നു. റൗണ്ട് ഓഫ് 32 എന്താവുമെന്ന് അറിയില്ല, കണ്ടറിയാം. പിന്നെ ഈ കളിയിൽ കുറച്ച് ഒഴുക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് ജപ്പാന് കയറി അടിക്കണം, ഈ കളി പിടിക്കണം എന്നുണ്ടായി. അവസാനം ഇപ്പോൾ ജപ്പാന്റെ കോച്ച് ലൈക്ക് ഫൈനൽ വിസിൽ കളിക്കാൻ വേണ്ടിയിട്ട് റെഫറിമാരുടെ അടുത്ത് പറയുന്നു. അതായത് അവസാനത്തെ ഒരു 8-10 മിനിറ്റ് സ്വീഡൻ കുറച്ച് പണിയെടുത്ത്